നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ്. ഒട്ടുമിക്ക ആളുകളും തടിക്കുന്ന സമയത്ത് അവരിൽ കൂടുതലായിട്ടും കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് സെല്ലുലൈറ്റ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനകത്ത് ഫാറ്റ് സെൽസ് കൂടുതലാവും. അതിൻ്റെ ഭാഗമായിട്ട് ഇത് നമ്മുടെ സ്കിന്നിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ ഫാറ്റ് സെൽസ് ഗ്രോ ചെയ്യുന്നൊരു കണ്ടീഷൻ, അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂ ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫാറ്റ് ടിഷ്യൂസ് ഗ്രോ ചെയ്യുന്നൊരു കണ്ടീഷൻസ്. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മളിത് കൂടുതലും കാണുന്നത് ബട്ടക്സിൽ, അതുപോലെ തന്നെ നമ്മുടെ തുടയിൽ, ഈ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾ കാണുമായിരിക്കും. നന്നായിട്ട് കാല് തടിച്ചിട്ട് ജസ്റ്റ് ഒരു വൈറ്റ് കളറിൽ സ്ട്രെച്ച് മാർക്ക് പോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം. അവിടെ കുറച്ച് സ്കിന്നൊക്കെ കുറച്ച് ലൂസനിങ് ആയിട്ടൊക്കെ ഉണ്ടാവുന്നത്. അപ്പം കൂടുതലും ഇത് നമ്മൾ കണ്ടുവരുന്നത് അമിതവണ്ണമുള്ള വ്യക്തികളിൽ തന്നെയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ചിലപ്പോൾ അവർക്ക് കുടവയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അമിതവണ്ണം എന്ന് പറഞ്ഞൊരു കാര്യം നമ്മളത് എങ്ങനെയാണ് അത് ഡിസ്ക്രൈബ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വെയിറ്റ് നമ്മൾ BMIയുടെ ബേസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ബോഡി മാസ് ഇൻഡെക്സിൻ്റെ ബേസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതൊരു പരിധിയിൽ കൂടി കഴിയുന്ന സമയത്താണ്, അതായത് 20നും 25നും ഇടയിലാണ് നമ്മുടെ BMI എന്ന് പറയുന്നത് നോർമൽ. 25ൻ്റെ മുകളിലായിട്ട് ഇത് നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ പറയുന്നത് അമിതവണ്ണം ഉണ്ട് എന്നാണ്. അപ്പോൾ അതൊരു 30ൻ്റെ മുകളിൽ പോയിക്കോട്ടെ, കുടവയറുണ്ട്, അല്ലെങ്കിൽ പിന്നുള്ള ഒരു സ്റ്റേജാണ് നമ്മൾ പറയുന്നത്. വെയിറ്റ് കൂടുന്ന ഒരു കണ്ടീഷന് നമുക്ക് അമിതവണ്ണം എന്നാണ് പറയാൻ പറ്റുക. അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റേജിന് നമ്മൾ പറയുന്നത് പൊണ്ണത്തടി എന്നൊക്കെ പറയും. അതായത് അവരുടെ ഒരു BMI എന്ന് പറയുന്നത് 30+ഉം 35+ ഒക്കെ ആവുന്നു. അപ്പം ഇങ്ങനെയുള്ള കേസ് നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് ഇന്ന് ചെറുപ്പക്കാരിലാണ്. പണ്ടൊക്കെ ആവുന്ന സമയത്ത് കുറച്ച് പ്രായം എത്തി കഴിയുമ്പോൾ ചില ആളുകളിൽ വെയിറ്റ് കൂടിയിട്ട് അവരോരോ അസ്വസ്ഥതകളൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. മുട്ടുവേദന വരുന്നുണ്ട്, നടക്കുമ്പോഴേക്കും ശ്വാസം മുട്ടുന്നു, കിതയ്ക്കുന്നു എന്നൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പം ചെറുപ്പക്കാരിൽ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നന്നായിട്ട് നമ്മുടെ ഡയറ്റിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സെല്ലുലൈറ്റ് കണ്ടീഷനൊക്കെ ആവുന്ന സമയത്ത് സ്ത്രീകളിൽ ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിനുള്ള ഒരു മെയിൻ റീസൺ ഹോർമോൺ വ്യതിയാനങ്ങളാണ്. അവരിൽ മെനാപ്പോസൊക്കെ എത്തിക്കഴിഞ്ഞാൽ, പീരീഡ്സൊക്കെ നിൽക്കുന്ന സമയത്ത് അവരിൽ ഹോർമോൺ ചേഞ്ച് ഉണ്ടാകുകയും അത് ബോഡിയിൽ ഫേഷ്യനും മസിൽസിനും ഒക്കെ എന്ത് ചെയ്യുന്നു, ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് വരാം. അതുപോലെ തന്നെ വെയിറ്റ് കൂടുന്ന സമയത്ത് ഇൻസുലിൻ ഹോർമോണിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നു. ഇൻസുലിൻ ഹോർമോണിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന സമയത്തും ഈ ഫേഷ്യയ്ക്കൊക്കെ തകരാറ് സംഭവിക്കുകയും അതിൽ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ സെല്ലുലൈറ്റ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കാൻ കാരണമാവുന്നുണ്ട്. അപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരൊരു മെനാപ്പോസൊക്കെ എത്തുന്ന സമയത്ത് ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അവർ ആഡ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ഫുഡ് ഐറ്റം ഉണ്ട്. അതെന്ന് പറയുന്നത് ഫ്ലാക്സീഡാണ്. ഈ ഫ്ലാക്സീഡ് നമ്മുടെ ശരീരത്തിൽ വരുന്ന കൊഴുപ്പിനെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്, മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അത് നിങ്ങളുടെ ഡെയിലി ബേസിൽ നിങ്ങൾ കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അതൊരു ടീസ്പൂണൊക്കെ നമുക്കൊരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ വെറുതെ ചവച്ചരച്ച് കഴിക്കുന്നത്. ഫ്ലാക്സീഡ്സ് എന്ന് പറയുന്നത് ചണവിത്താണ്. അപ്പോൾ അത് നമുക്ക് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ശതാവരി എന്ന് പറയുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശതാവരി അവർക്ക് ഈ ഒരു മെനാപ്പോസ് ആയിക്കഴിഞ്ഞാൽ ശരീരത്തിന് ഗുണങ്ങൾ തരുന്നതാണ്. അപ്പോൾ ശതാവരി നമുക്കൊരു പൗഡർ ഫോമിൽ എടുക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത്. അപ്പം ശതാവരി നമ്മൾ കഴിക്കുന്ന സമയത്ത് അതൊരു 1/2 ടീസ്പൂൺ രാവിലെയും രാത്രിയും നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കാം. ഇല്ലെങ്കിൽ പാലിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കാൽഷ്യം ഡെഫിഷ്യൻസി ഒക്കെ വരുന്ന സമയമാണല്ലോ മെനാപ്പോസ്, അല്ലെങ്കിൽ പീരീഡ്സ് നിൽക്കുന്ന സമയം. ആ സമയത്ത് കാൽഷ്യത്തിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി നമുക്ക് ഒന്ന് ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ശതാവരി പൗഡർ പാലിൽ കലക്കിയിട്ട് എടുക്കുന്നത്. ഇല്ല, ഇപ്പോൾ അവർക്ക് പാല് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, അവർ ചൂടുവെള്ളത്തിലോ തിളപ്പിച്ചാറിയ വെള്ളത്തിലോ മിക്സ് ചെയ്തിട്ട് കഴിക്കുക. അപ്പോൾ ചില ആളുകൾ ശതാവരിൻ്റെ ടാബ്ലറ്റ് ഫോം എടുക്കാറുണ്ട്. അപ്പോൾ ടാബ്ലറ്റ്സിനേക്കാളും ഏറ്റവും കുറച്ചും കൂടി ബെസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ചൂർണ്ണം ഫോമിൽ, അതായത് പൊടി ഫോമിൽ എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കഴിച്ച് നോക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വെയിറ്റ് കുറയ്ക്കുന്ന കാര്യങ്ങളും കാൽഷ്യവും വൈറ്റമിൻ ഡിയും ഫോസ്ഫറസും ഒക്കെ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക എന്നതും കൂടിയാണ്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കുന്ന കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഡയറ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണം. അതിപ്പോൾ നിങ്ങൾ വാട്ടർ ഫാസ്റ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് നിങ്ങൾ എല്ലാവരും ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യാറുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ നിങ്ങളത് കൃത്യമായിട്ട് എടുക്കണം. നമ്മളെല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക്, ഒരു 1 വീക്ക് നമ്മൾ കൃത്യമായിട്ട് ഫാസ്റ്റിംഗ് എടുക്കും. 1 വീക്ക് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് ഫാസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്യാനോ ഒന്നിനും താല്പര്യമില്ലാത്ത ഒരവസ്ഥ. വീണ്ടും നിങ്ങൾ ഫുഡ് വലിച്ചു വാരി കഴിക്കുന്നു. അങ്ങനെ ഫുഡ് വലിച്ചു വാരി കഴിക്കുന്ന സമയത്ത് ഓൾറെഡി ഉള്ളതിനേക്കാളും വെയിറ്റ് ഡബിളായിട്ട് മാറുന്നു. ഇതൊക്കെയാണ് എല്ലാവരിലും സംഭവിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ നിങ്ങൾ ഫാസ്റ്റിംഗ് എടുക്കുമ്പം കൃത്യമായിട്ട് ഫാസ്റ്റിംഗ് എടുക്കുക. ഇല്ലെങ്കിൽ ഒരു ഡയറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് എടുക്കാൻ പറ്റുന്നതാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
നമ്മളൊരു പ്രത്യേക ടൈം ഡ്യൂറേഷനിൽ ഭക്ഷണം കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മളൊന്നും തന്നെ കഴിക്കുന്നില്ല. അപ്പം അതിൻ്റെ കൂടെ മാസത്തിൽ ഒരു തവണ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒന്നെന്ന് പറയുന്നത് വാട്ടർ ഫാസ്റ്റിംഗ് ആണ്. അപ്പോൾ വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ മുസ്ലിം കമ്മ്യൂണിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ നോമ്പിൻ്റെ ഒക്കെ മുൻപായിട്ട് അല്ലെ പെരുന്നാളിനൊക്കെ മുൻപായിട്ടൊക്കെ അവർ എടുക്കുന്ന ഒന്നാണല്ലോ ഈ നോമ്പ് അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് അവർ നല്ല കൃത്യമായിട്ടുള്ള ഭക്ഷണമൊക്കെയാണ് ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് എടുക്കുന്നതെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള വെയിറ്റ് ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഒട്ടുമിക്ക ആളുകൾ വൈകുന്നേരം എത്തി കഴിയുന്ന സമയത്തൊക്കെ നന്നായിട്ട് ഹെവി ആയിട്ട് കഴിക്കും. അത് അവരിൽ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്, വെയിറ്റ് പെട്ടെന്ന് കൂടാറൊക്കെ ഉണ്ട്. ചില ആളുകൾ പറയും നോമ്പ് കഴിഞ്ഞിട്ടും വെയിറ്റിലൊന്നും വലിയ മാറ്റങ്ങളില്ല എന്നൊക്കെയാണ്. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ മറ്റുള്ള ആളുകളൊക്കെ ആണെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും ഇൻ ബിറ്റ്വീൻ വാട്ടർ ഫാസ്റ്റിങ്ങും ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് 4 മുതൽ 12 കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം. ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും. ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഭക്ഷണത്തിനകത്ത് നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ നമുക്കൊരു ഭക്ഷണവും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ഒന്നും കുറയത്തില്ല. അതിന് പകരം നമ്മുടെ ഈ വിശപ്പ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞ ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്. ഈ സീഡ്സുകൾ കഴിക്കുന്നത് ഫുൾനെസ് തരികയും അമിതമായിട്ട് നമ്മൾ കഴിക്കുന്നത് നമുക്ക് കുറച്ചെടുക്കാനും സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുൻപായിട്ട് നിങ്ങൾ കുറച്ച് വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ടെങ്കിൽ അമിതമായിട്ട് നമ്മൾ ഫുഡ് കഴിക്കില്ല. നമ്മൾ കൂടുതൽ ഫുഡ് എടുക്കുന്ന ആ ഒരു ടെൻഡൻസി തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മളെല്ലാവർക്കും തന്നെ ഈ ഫുഡിനോട് ഭയങ്കര ക്രേവിങ്സ് ആണ് പ്രശ്നം. ഇപ്പം തന്നെ നമ്മൾ ഈ ഫോണൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാണുന്നത് റീൽസിലും എല്ലാം തന്നെ കാണുന്നത് ഒരുപാട് ഫുഡ് ഐറ്റംസ് ആണ്. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ക്രേവിങ്സും കാര്യങ്ങളും ഉണ്ടാകും. ക്രേവിങ്സ് ഉണ്ടാവുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ മാസത്തിൽ ഒരു തവണയൊക്കെ ആ ഒരു ക്രേവിങ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ദിവസം മാറ്റി വയ്ക്കാം. അത് ഒരുപാട് കഴിക്കരുത്. ഒരു ദിവസം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് അമിതമായിട്ട് കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അമിതമായിട്ട് കഴിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്കൊരു സുഖം കിട്ടാൻ ഒരു സമാധാനമൊക്കെ. പല ആളുകൾക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷവും സമാധാനവും അവർക്കൊരു സുഖം ഒക്കെയാണ് അവർ പറയുന്നത്. അപ്പം അതിന് വേണ്ടി മാത്രം നമ്മളൊരു ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ഇങ്ങനെയുള്ള സ്വീറ്റ്സും മറ്റുള്ള ഐറ്റംസും ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുക. നമ്മൾ ആഴ്ചയിൽ 2-3 ദിവസം ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് വെക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ്. വെയിറ്റ് കൂടുമ്പം അതിൻ്റെ ഭാഗമായിട്ട് ഫാറ്റി ലിവറും ഡയബറ്റീസൊക്കെ വരുന്നു. പക്ഷേ ഞാൻ ഈ പറഞ്ഞപ്പോൾ തന്നെ ഫാസ്റ്റ് ഫുഡൊക്കെ നമ്മൾ അധിക ദിവസങ്ങളിൽ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പം വെയിറ്റ് കൂടുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതാണ്. മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും കൂടി ശ്രദ്ധിക്കണം. ഇപ്പോൾ ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് കൂടുതലും നമ്മൾ കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡും മൈദയും സൺഫ്ലവർ ഓയിലും കാർബൺ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കുന്ന സമയത്താണ്. അപ്പം അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മാക്സിമം കുറച്ചെടുക്കുക. എന്നിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. വീട്ടിൽ തന്നെ കുക്ക് ചെയ്തിട്ട് ഇപ്പം നമുക്ക് എന്തെങ്കിലും സ്നാക്സൊക്കെ ഈവനിങ് സ്നാക്സൊക്കെ കഴിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ എല്ലാ ദിവസവും വേണ്ട. എല്ലാ ദിവസവും നമ്മൾ വീട്ടിൽ നിന്ന് ഞാൻ ഡോക്ടറെ പഴംപൊരിയും ഉള്ളിവടയൊക്കെ വീട്ടിൽ നിന്നാണ് ഉണ്ടാക്കി കഴിക്കുന്നതെന്ന് പറയും. പക്ഷേ എല്ലാ ദിവസവും അത് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടും. നമ്മൾ ഓയിൽ പ്രിപ്പറേഷൻ ആണല്ലോ, കൂടുതൽ സമയം ഓയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കുറച്ചുകൊണ്ട് വരിക. കൃത്യമായിട്ടുള്ള ഭക്ഷണ ക്രമീകരണം ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എപ്പോഴും ഒരു ഡ്രിങ്കോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണത്തിന് മുൻപ് ഒരു 15 മിനിറ്റ് മുൻപായിട്ട് വെള്ളം കുടിക്കുന്നതും 15 മിനിറ്റ് മുൻപായിട്ട് നിങ്ങൾ കുക്കുംബർ പോലെയുള്ള സാലഡ്സുകൾ കഴിക്കുക. കുക്കുംബർ, ക്യാരറ്റ്, തക്കാളി, ഉള്ളി അങ്ങനെയുള്ള എല്ലാം കൂടി കട്ട് ചെയ്തിട്ട് ഒരു സാലഡ്സ് കഴിക്കുന്നതും അനാർ മിക്സ് ചെയ്യുന്നതും ഗ്രീക്ക് യോഗേർട്ട് മിക്സ് ചെയ്തിട്ട് ആ സാലഡ്സ് കഴിക്കുന്നതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ഒരു ഫുൾനെസ് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ യോഗേർട്ട് കഴിക്കുമ്പോൾ ചില ആളുകൾ ഫ്ലേവേർഡ് യോഗേർട്ട് കഴിക്കാറുണ്ട്. ഫ്ലേവേർഡ് യോഗേർട്ട് ശരീരത്തിന് തന്നെ ഒട്ടും നല്ലതല്ല. അതിനകത്ത് ഫ്ലേവറും ഷുഗറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ വാശി പിടിക്കുന്ന സമയത്ത് നമ്മളത് വാങ്ങിക്കൊടുക്കാറുണ്ട്. പക്ഷേ നിങ്ങളത് സ്ഥിരമായിട്ട് അവർക്ക് വാങ്ങിക്കൊടുക്കരുത്. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിനായിട്ടും ഡയറ്റ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഫാറ്റ് സെൽസിൻ്റെ ഓവർ ഗ്രോത്ത് അല്ലെങ്കിൽ ഈ കുടവയറുണ്ടാവുന്നതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.